നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് പകരക്കാരനെത്തി. ഒരെണ്ണത്തിന് 100 രൂപ. 3 വർഷത്തിന് ശേഷം ലക്ഷങ്ങൾ കയ്യിലെത്തും. 50 വർഷം വരെ വിളവെടുക്കാം. കൃഷി വ്യാപിപ്പിക്കാൻ ഒഡീഷയുമായി ധാരണ. സംസ്ഥാനത്ത് മുളനടിയിൽ വ്യാപകമാക്കാൻ പീച്ചി വന ഗവേഷണ കേന്ദ്രം ഒഡീഷ്യ ബാംബു വികസന ഏജൻസിയുമായി ധാരണാപത്രം ഒപ്പിട്ടു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുള ഉൽപ്പാദനം ഒഡീഷയിലാണ്. ശാസ്ത്രീയ അറിവുകൾ പരസ്പരം പങ്കിടും. ആധുനിക സംസ്കരണ രീതികൾ, കരകൗശല ഫർണിച്ചർ ഉൽപ്പാദനം എന്നിവയിൽ പരിശീലനം നൽകി കർഷകർക്ക് നല്ല വരുമാനം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. കരകൗശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങൾ, ഗോത്ര സമൂഹങ്ങൾ, സാങ്കേതിക ജീവനക്കാർ എന്നിവർക്ക് പരിശീലനം നൽകും. KFRI ഡയറക്ടറും ഒഡീഷ്യ ബാംബു വികസന ഏജൻസി മിഷൻ ഡയറക്ടറും ധാരണാപത്രം കൈമാറിയത്. മുളകൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടും. മുളകളുടെ കൂമ്പും അരിയും പോഷക ഗുണങ്ങളുള്ളതാണ്. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് മണ്ണിടിച്ചിൽ തടയും. ഉരുൾപൊട്ടൽ സാധ്യത കുറയ്ക്കാനും നദീതീരം ഇടിയുന്നത് തടയാനും മുള ഉപകരിക്കും. 1/2 ഏക്കറിൽ ലക്ഷം വരുമാനം. 1/2 ഏക്കറിൽ 100-ലേറെ മുളകൾ നടാം. KFRIയിൽ നിന്നും തൈകൾ ലഭിക്കും. 3 വർഷത്തിന് ശേഷം വിളവെടുക്കാം. ഒരു മുളയ്ക്ക് കുറഞ്ഞത് 100 രൂപ ലഭിക്കും. ലക്ഷത്തോളം വരുമാനവും കിട്ടും. 1-ൽ നിന്ന് 10-ലേറെ മുളകളും ഉണ്ടാകും. വേഗത്തിൽ വളരും. 50 വർഷം വരെ വിളവെടുക്കാവുന്ന ഇനങ്ങളുമുണ്ട്. പേപ്പർ പൾപ്പിനും അലങ്കാരത്തിനും ഫർണിച്ചറിനും ഉപയോഗിക്കുന്നു. അഗർബത്തി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ലാത്തി മുള, ആസ്പർ, ബിലാത്തി മുള, സ്റ്റോക്സി ടൂൾഡെ, ആനമുള തുടങ്ങിയവ കേരളത്തിന് അനുയോജ്യമാണ്. ഒഡീഷയുമായി സാങ്കേതിക വിദ്യ കൈമാറുന്നതോടെ മുളയുടെ ഗുണനിലവാരം, ഈട്, വിപണി, മത്സരക്ഷമത എന്നിവ മെച്ചപ്പെടുത്താനാകും. അപ്പോൾ കർഷകർക്ക് വൻ വരുമാന സാധ്യതയാണ് തുറന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.